നമുക്ക് ഉച്ചക്കാലത്തേക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കാം കേട്ടോ. നമുക്കിതാ ഇന്നൊരു കൂണ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു തോരൻ വെക്കാം കേട്ടോ. ഒറ്റൊരു കൂണേ കിട്ടിയിട്ടുള്ളൂ. ഇത് നമുക്ക് തോരൻ വെക്കാം. ഇത് കുറച്ച് സാമ്പാർ കഷ്ണം വാങ്ങിയതാണ്. അന്നേരം ഇത് ഇച്ചിരി കൂടുതലുണ്ട്. അന്നേരം നമുക്കിത് ഫുള്ള് സാമ്പാർ വെച്ചാൽ തീരില്ല. കുറച്ച് സാമ്പാറും വെക്കാം, പകുതി കഷ്ണം എടുത്തിട്ട് അവിയലും വെക്കാം. ബാക്കി തോരനായിട്ട് നമുക്ക് നമ്മുടെ കൂണുണ്ടല്ലോ അത് ഉള്ളത് തോരൻ വെച്ചെടുക്കാം കേട്ടോ. സാമ്പാർ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് പരിപ്പ്, തക്കാളി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു 2 വിസിലായ ശേഷം അത് വെന്ത ശേഷം നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത അടുപ്പിലേക്ക് നമുക്ക് അവിയലും കൂടി വേഗം വെക്കാം. ഇത് അവിയലിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കുക. അതിലേക്ക് ഇതാ തേങ്ങ, കുറച്ച് കാന്താരി, ഒരു 2 പച്ചമുളകും, ചെറിയ ജീരകം, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി നേരത്തെ അവിയലിൽ ഇട്ടതാണ്. ഇതൊന്ന് ചതച്ചെടുക്കുക, അരയണ്ട. പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഒരു വിസിലടിക്കട്ടെ. അന്നേരത്തേന് നമുക്ക് വറുത്തരച്ച് സാമ്പാർ വെക്കാം. അതിനുള്ള തേങ്ങ വറുത്തെടുക്കുക കേട്ടോ. അവിയലിലേക്ക് ഇതാ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കുറച്ച് നേരം ഒരു ലേശം വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് പറ്റി വന്ന ശേഷം നമുക്ക് തൈര് മിക്സ് ആക്കി കൊടുക്കാം. സാമ്പാറിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതാ വെളുത്തുള്ളി, കരിവേപ്പില, തേങ്ങ, ചെറിയ ജീരകം ഇതൊന്ന് വറുത്തെടുക്കാനേ. നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിൽ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൂണ് തോരനും കൂടി വെക്കാം. കൂണ് ഇതാ കുറച്ചേ ഉള്ളൂ കേട്ടോ. കൂണ് ഇതാ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില, തേങ്ങ. അന്നേരം ഇത് തോരൻ വെക്കാം. അന്നേരമാണ് നമുക്ക് കുറച്ച് വിരുന്നുകാരും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഉള്ളത് നമുക്ക് ഓണം പോലെ ആഘോഷിക്കാം കേട്ടോ. ഉള്ള കുറച്ചേ ഉള്ളൂ. ഉള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ, തിരക്ക് കാരണം. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില വാടി വന്ന സമയത്ത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് തേങ്ങയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി മിക്സ് ആക്കിയിട്ട് സിമ്മിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. കൂണുതോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാമ്പാറും കൂടി ഒന്ന് വെക്കണം. കുറച്ചേ ഉള്ളൂ കൂണ് കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പേരിയൊന്നും വേറെ വെക്കാനുള്ള സമയമായി ഇല്ല. അപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്. നമുക്ക് ഉള്ളത് വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. തേങ്ങ നല്ലോണം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് ഇതാ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇതിൽ സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിനി അരച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പപ്പടം കൂടി വറുത്ത ചോറില്ല. 8 നോമ്പ് ആയതുകൊണ്ട് ഇവിടെ ഇറച്ചിയും മീനും ഇല്ല. നോമ്പാണ് എല്ലാവർക്കും, അതുകൊണ്ടാട്ടോ. ഇന്ന് ഫുള്ള് വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കുത്തരി ചോറ്, ഇതാ സാമ്പാർ, കൂണ് തോരൻ, അവിയൽ, പപ്പടം, നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബായ്.